Hi, hello, welcome back to my YouTube channel Blush with Arya. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ബോഡിയിൽ നമുക്ക് ഒരുപാട് ഡെഡ് സ്കിൻസ് ഒക്കെ ഉണ്ടാവാറുണ്ട്. അതുപോലെ തന്നെ ചില സമയത്തൊക്കെ റഫായി തോന്നാറുണ്ട്. അപ്പോൾ ഈ നമ്മുടെ സ്കിന്നിൽ അടിഞ്ഞു കൂടിയിട്ടുള്ള ഡെഡ് സ്കിൻസ് ഒക്കെ മാറ്റാൻ വേണ്ടി നമ്മൾ ആഴ്ചയിൽ ഒരു തവണയെങ്കിലും സ്ക്രബ് ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ സ്കിന്ന് നല്ല മൈൽഡായിട്ട് ഡെഡ് സ്കിൻസ് ഒക്കെ കളയാൻ പറ്റിയിട്ടുള്ള ഒരു സ്ക്രബ്, നമുക്കത് എങ്ങനെ ആ ഒരു സ്ക്രബ്, ബോഡി സ്ക്രബ് നമുക്ക് എങ്ങനെ വീട്ടിൽ തയ്യാറാക്കാം എന്നാണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. ഞാനിത് ആഴ്ചയിൽ ഒരു തവണയൊക്കെ ഉപയോഗിക്കുന്ന ഒരു സ്ക്രബ്ബറാണ് കേട്ടോ. അപ്പോൾ അതെങ്ങനെ കാണിച്ചു തരാം. അപ്പോൾ ഒട്ടും കോസ്റ്റ് ഇല്ലാതെ നമുക്ക് വീട്ടിൽ കിട്ടുന്ന സാധനങ്ങൾ ഉപയോഗിച്ച് നാച്ചുറൽ ആയിട്ട് നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു സ്ക്രബ്ബറും കൂടിയാണ് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ഓൺലൈനിലൊക്കെ വാങ്ങാനായിട്ട് കിട്ടും. ബോഡി സ്ക്രബ്ബർ പറഞ്ഞിട്ട് നമുക്ക് വാങ്ങാനായിട്ട് കിട്ടും. പക്ഷേ ബോഡി സ്ക്രബ്ബ് യൂസ് ചെയ്യുമ്പോൾ എന്താ പ്രശ്നം വെച്ചാൽ അതിൽ കൂടുതലും കെമിക്കൽസ് അടങ്ങിയിട്ടുണ്ടാവും. അതിൻ്റെ റിവ്യൂസ് ഒക്കെ എടുത്ത് നമുക്ക് കാണാൻ പറ്റും, ഒരുപാട് കെമിക്കൽസ് അതിൽ അടങ്ങിയിട്ടുണ്ടാവും കേട്ടോ. ചിലപ്പോൾ നമുക്ക് ഫസ്റ്റൊക്കെ യൂസ് ചെയ്യുമ്പോൾ ഒരു കുഴപ്പമുണ്ടാവില്ല, പക്ഷെ പിന്നെ അത് ഉപയോഗിക്കുമ്പോൾ നമ്മുടെ സ്കിന്ന് ഭയങ്കരമായിട്ട് അത് ഡാമേജ് ആക്കും. അപ്പോൾ അങ്ങനത്തെ ഒരു സ്ക്രബിങ് ഒന്നും നമുക്ക് ഉപയോഗിക്കേണ്ട. നമുക്ക് വീട്ടിൽ തന്നെ എങ്ങനെ ബോഡി സ്ക്രബ് ഉണ്ടാക്കണം നമുക്ക് കാണാം. അതുപോലെ തന്നെ ഈ ഒരു ചാനൽ നിങ്ങൾ ഫസ്റ്റ് ടൈം ആയിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ പേര് ആര്യ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഈ ഒരു ബോഡി സ്ക്രബ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് കാപ്പിപ്പൊടിയാണ് കേട്ടോ. നമുക്ക് ബ്രൂ ഒന്നും എടുക്കാണ്ടിരിക്കുന്നതായിരിക്കും നല്ലത്. കാരണം എന്താ വെച്ചാൽ അത് പെട്ടെന്ന് തന്നെ മെൽറ്റായി പോയി നമുക്ക് ആ ഒരു സ്ക്രബിൻ്റെ എഫക്റ്റ് നമുക്ക് കിട്ടില്ല. അതുകൊണ്ട് സാധാരണ കാപ്പിപ്പൊടി മാത്രം എടുത്താൽ മതി. അതൊരു 5 സ്പൂൺ നമ്മുടെ ബോഡിക്ക് ആവശ്യമായിട്ടുള്ളൊരു കാപ്പിപ്പൊടി ആ ഒരു അളവിന് നമുക്ക് എടുത്താൽ മതി കേട്ടോ. പിന്നെ അതിലേക്ക് നമുക്ക് എന്താ ചേർക്കേണ്ടത് വെച്ചാൽ പഞ്ചസാരയാണ്. ഞാൻ ഇവിടെ 2 സ്പൂൺ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ട എന്താ കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഇത് യൂസ് ചെയ്യുമ്പോൾ മാത്രം നമ്മളിതിൽ ഓയിൽ ചേർത്താൽ മതി. ഞാൻ ഓയിലും കൂടി ഇതിൽ ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ യൂസ് ചെയ്യുമ്പോൾ മാത്രം നമ്മളിതിൽ ഓയിൽ ചേർത്താൽ മതി കേട്ടോ. അല്ലെങ്കിൽ അത് പെട്ടെന്ന് മെൽറ്റായി പോയിട്ട് നമുക്ക് ഉദ്ദേശിച്ച ഒരു എഫക്റ്റ് നമുക്ക് കിട്ടില്ല. ഇനി ഞാൻ ചേർക്കുന്നതിലേക്ക് ഉഴുന്ന് പൊടിയാണ് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ പയർ പൊടിയും ചേർക്കാം. ഉഴുന്ന് പൊടി ചേർക്കുന്നത് എന്താ വെച്ചാൽ നമ്മുടെ സോഫ്റ്റായിട്ട് സ്ക്രബ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉഴുന്ന് പൊടി ചേർക്കുന്നത്. പിന്നെ നാരങ്ങയാണ്, 2 നാരങ്ങ ഞാൻ എടുത്തിട്ടുണ്ട്. വലിയൊരു നാരങ്ങയാണെങ്കിൽ അത് മാത്രം ചേർത്താൽ മതി. ചെറിയ നാരങ്ങയാണെങ്കിൽ 2 എണ്ണം എടുത്താൽ മതി. നമുക്കതിലേക്ക് അതിൻ്റെ ജ്യൂസ് മാത്രം എടുത്തിട്ട് നമുക്കതിൽ മിക്സ് ചെയ്യാം കേട്ടോ. പിന്നെ എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഇനി വേണ്ടത് നമുക്ക് പാരച്യൂട്ടിൻ്റെ ഓയിലാണ്. നിങ്ങളുടെ ഒരു പാരച്യൂട്ടിൻ്റെ ഓയിൽ ഇല്ല, വെളിച്ചെണ്ണയാണെങ്കിൽ വെളിച്ചെണ്ണ ചേർക്കാം, ഒലിവ് ഓയിലാണെങ്കിൽ ഒലിവ് ഓയിൽ ചേർക്കാം. ഏത് ഓയിൽ വേണമെങ്കിൽ നമുക്കതിലേക്ക് ചേർക്കാം. നമ്മളിതിൽ വെള്ളമൊന്നും ചേർക്കാത്തത് കൊണ്ട് തന്നെ നമുക്ക് കൂടുതൽ ഓയിലിൻ്റെ കണ്ടൻറ്റ് നമുക്കിതിലേക്ക് ആവശ്യമുണ്ട്. എന്നിട്ട് വേണം ഈ ഒരു പാക്ക് മിക്സ് ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. ഞാൻ എങ്ങനെ ഉപയോഗിക്കണമെന്ന് കാണിച്ചു തരാം. നമുക്ക് ആദ്യം നമ്മൾ കുറച്ച് വെള്ളം ആക്കുക കേട്ടോ. മേലെ വെള്ളം ആക്കിയതിന് ശേഷമാണ് ഈ ബോഡി സ്ക്രബ് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ വെള്ളം ആക്കിയതിന് ശേഷം നമ്മളിതിങ്ങനെ മെല്ലെ മസാജ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. മെല്ലെ മസാജ് ചെയ്ത് കൊടുത്താൽ മതി. നമ്മളതിൽ ഉഴുന്ന് ഇട്ടത് എന്തിനാണെന്ന് വെച്ചാൽ കാപ്പിപ്പൊടി മാത്രമാകുമ്പോൾ നമ്മുടെ സ്കിന്നിന് ആവശ്യമുള്ള ഒരുപാട് ചിലപ്പോൾ സ്ക്രബാകും, നമ്മുടെ സ്കിന്ന് ഡാമേജ് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിതിൽ ഉഴുന്ന് പൊടി ആഡ് ചെയ്യുമ്പോൾ. അപ്പോൾ ഉഴുന്ന് പൊടി ആഡ് ചെയ്ത് വെച്ചാൽ നമ്മുടെ സ്കിന്നിൽ അത്ര അധികം ഡാമേജ് ആക്കില്ല, നല്ല മൈൽഡായിട്ട് നല്ല അതുപോലെ ഒരു ബോഡി നമുക്ക് ഈ ഒരു പാക്ക് ഇട്ടതിന് ശേഷം നമുക്ക് ഒരു മൈൽഡായിട്ടുള്ളൊരു സ്ക്രബിങ് ആണ് കിട്ടുക. അപ്പോൾ ചിലപ്പോൾ കാപ്പിപ്പൊടി മാത്രമാണ് ഉപയോഗിച്ച് വെച്ചാൽ നമുക്ക് സ്കിന്നിൽ അത്ര ഉദ്ദേശിച്ചുള്ള സ്ക്രബിങ് നമുക്ക് കിട്ടില്ല. അപ്പോൾ ഈ ഒരു ഉഴുന്ന് പൊടി ഇടുമ്പോൾ നല്ലൊരു സ്ക്രബിങ്ങിൻ്റെ എഫക്റ്റും കിട്ടും. നമ്മുടെ ഒരു പാക്ക് ഇട്ട പോലെ നമുക്ക് ഫീൽ ചെയ്യും. പിന്നെ ഓയിൽ അപ്ലൈ ചെയ്ത് വെച്ചാൽ നമ്മുടെ സ്കിൻ ഒട്ടും ഡ്രൈ ആക്കില്ല, മോയ്സ്ചറൈസ് ആയിട്ട് ഇരിക്കാനും ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ ആഴ്ചയിൽ ഒരു തവണയൊക്കെ നമുക്ക് ബോഡി സ്ക്രബ് ചെയ്ത് കൊടുക്കണതൊക്കെ നല്ലതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഡെഡ് സ്കിൻസ് ഒക്കെ മാറാനൊക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും, സോഫ്റ്റ് ആക്കും. ഡ്രൈ ആണെങ്കിൽ ഡ്രൈനെസ് ഒക്കെ മാറ്റും. കാരണം നമ്മളിതിൽ ഓയിൽ ചേർത്തിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ ഏത് വെളിച്ചെണ്ണയാണെങ്കിൽ വെളിച്ചെണ്ണ ചേർക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് പാരച്യൂട്ടിൻ്റെ ഓയിൽ ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം. അല്ലെങ്കിൽ ഏത് ഓയിലാണോ നിങ്ങൾ ഉപയോഗിക്കുന്നത് അത് നിങ്ങൾക്ക് കുറച്ച് ആഴ്ചയിൽ ഒരു തവണയല്ലേ നമ്മൾ ചെയ്യുന്നുള്ളൂ. അപ്പോൾ കുറച്ച് കൂടുതൽ ആഡ് ചെയ്താലും കുഴപ്പമില്ല. കാരണം സ്കിൻ ഒട്ടും ഡ്രൈ ആക്കാൻ പാടില്ല, അതുപോലെ തന്നെ ഡാമേജ് ആക്കാനും പറ്റില്ല. നല്ല മോയ്സ്ചറൈസ് ആയിട്ട് ഇരിക്കാനും ഇത് ഹെൽപ്പ് ചെയ്യും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കിത് അങ്ങനെ ഒരു 5 മിനിറ്റ് വെക്കണമെങ്കിൽ വെക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്കിത് നമ്മൾ നാരങ്ങേൻ്റെ തോല്, നമ്മൾ നാരങ്ങ പിഴിഞ്ഞതുണ്ടല്ലോ അതിൻ്റെ തോല് വെച്ചിട്ട് നമുക്കിതിങ്ങനെ മസാജ് ചെയ്തിട്ട് കളയാം. ഞാനതൊരു 5 മിനിറ്റ് വെച്ചതിന് ശേഷമാണ് ഞാൻ എപ്പോഴും വാഷ് ചെയ്ത് കളയാറുള്ളത് കേട്ടോ. അപ്പോൾ ഞാൻ എങ്ങനെ വാഷ് ചെയ്യണമെന്ന് കൂടി കാണിച്ചു തരാം. അല്ലെങ്കിൽ വാഷ് ചെയ്യേണ്ടത് ഇങ്ങനെയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ഈ നാരങ്ങേൻ്റെ തോല് നമ്മൾ നേരത്തെ പിഴിഞ്ഞതുണ്ടാവുമല്ലോ അത് വെച്ചിട്ട് ഇങ്ങനെ സ്ക്രബ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇങ്ങനെ മസാജ് ചെയ്ത് ഇങ്ങനെ കൊടുക്കുമ്പോൾ തന്നെ ആ നാരങ്ങൻ്റെ എഫക്റ്റ് നമുക്ക് കിട്ടും. സ്കിൻ ഭയങ്കരമായിട്ട് ഡള്ളായിട്ടിരിക്കണേ അതൊക്കെ ഒന്ന് മാറി സ്കിൻ ഒന്ന് ബ്രൈറ്റൺ ചെയ്യാനൊക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ.
നല്ല റിസൾട്ട് കിട്ടും കേട്ടോ. നമ്മളിത് എപ്പോഴും ആഴ്ചയിൽ ഒരു തവണ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല മാറ്റം കൊണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്തിട്ട് ഇത് വാഷ് ചെയ്ത് കളയുമ്പോൾ തന്നെ നിങ്ങളുടെ സ്കിൻ ഭയങ്കര സോഫ്റ്റ് ആയിട്ടുണ്ടാവും, ഒട്ടും ഡ്രൈ ആക്കില്ല കേട്ടോ. അപ്പോൾ ഇതിന് വെറുതെ പൈസ കളഞ്ഞ് കെമിക്കൽ വാങ്ങി ബോഡിയിൽ തേക്കണം. അതിനെക്കാട്ടി നല്ലത് നാച്ചുറൽ ആയിട്ടുള്ള ഇതുപോലെയൊക്കെ ട്രൈ ചെയ്തിട്ട് ബോഡിയിൽ അപ്ലൈ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ഇതുപോലെ ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുത്തിട്ട് വാഷ് ചെയ്യാം. അപ്പം ഞാൻ വാഷ് ചെയ്തിട്ടുണ്ട്. ഒട്ടും ഡ്രൈ ആക്കിയിട്ടില്ല, കണ്ടോ ഒട്ടും ഡ്രൈ ആക്കിയിട്ടില്ല. നമ്മുടെ സ്കിൻ ഭയങ്കരമായിട്ട് മോയ്സ്ചറൈസ് ചെയ്യാനൊക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. ഇതിന് ഡിഫറൻസ് ചിലപ്പോൾ അറിയായിരിക്കും. അതായത് ഫസ്റ്റ് യൂസിൽ തന്നെ നമുക്ക് നമ്മുടെ സ്കിന്നിൽ ടാനൊക്കെ ഉണ്ടെങ്കിൽ അത് പോകാനൊക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. കാരണം നാരങ്ങ നമ്മളിതിൽ ചേർത്തിട്ടുണ്ടല്ലോ, അപ്പോൾ അതൊക്കെ നന്നായിട്ട് ഹെൽപ്പ്. അപ്പോൾ നിങ്ങൾ ഡെയിലി യൂസ് ചെയ്യാം. പക്ഷേ എപ്പോഴും സ്ക്രബ് ചെയ്യണം നല്ലതല്ല നമ്മുടെ സ്കിന്നിന്. ഒരു 3 ദിവസം ഇടവിട്ട് നിങ്ങൾക്ക് ചെയ്യണമെങ്കിൽ ചെയ്യാം. ഞാൻ ബോഡിയിൽ ഇതുപോലെ ബോഡിയിലൊക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും സൺ ടാനോ അല്ലെങ്കിൽ പിഗ്മെൻറ്റേഷനൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറാൻ വേണ്ടി ഞാനൊരു പാക്ക് അതിന് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ഞാൻ ചെയ്യാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഇത് ഉപയോഗിച്ചതിന് ശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ സോപ്പ് ഉപയോഗിച്ചിട്ട് നിങ്ങളുടെ ബോഡി വാഷ് ചെയ്യാം, അല്ലെങ്കിൽ ബോഡി വാഷ് എന്താ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ബോഡി വാഷ് ചെയ്യാം. ഒരുപാട് ഡ്രൈ ആക്കുന്ന സോപ്പൊന്നും ഉപയോഗിക്കാൻ പാടില്ല. ഒന്നല്ലെങ്കിൽ പിയേഴ്സ് അല്ലെങ്കിൽ ഡോവ്, അതൊക്കെ നല്ലതാണ് കേട്ടോ നമ്മുടെ സ്കിന്നിന്. അപ്പോൾ അത് ഉപയോഗിച്ച് നിങ്ങൾക്ക് വാഷ് ചെയ്ത് കളയാം, അത്രേ ഉള്ളൂ. ഇത് അങ്ങനെ തന്നെ ലീവ് ചെയ്യണമെന്നൊന്നുമില്ല, നിങ്ങൾക്ക് വാഷ് ചെയ്ത് കളയാം. അതിനുശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു മോയ്സ്ചറൈസർ ബോഡി ലോഷൻ നിങ്ങൾക്ക് വേണമെങ്കിൽ അപ്ലൈ ചെയ്യാം. ഇതിൽ ബോഡി ലോഷൻ അപ്ലൈ ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്തില്ലെങ്കിൽ കുഴപ്പമില്ല. കാരണം നമ്മുടെ സ്കിൻ ഒട്ടും ഡ്രൈ ആക്കുന്നില്ല, ആ തിളക്കം നിങ്ങൾക്ക് കാണുന്നില്ല, ഒട്ടും നമ്മുടെ സ്കിൻ ഡ്രൈ ആക്കില്ല കേട്ടോ. അതാണ് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ളൊരു ബെനിഫിറ്റ് എന്ന് പറയുന്നത്. സോ ഇത്രയുള്ള വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.